തിരുമിറ്റക്കോട്, നാഗലശ്ശേരി പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൊഡക്റ്റ് എന്ന കമ്പനിയുടെ ക്വാറിക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ മന്ത്രി എം.പി. രാജേഷിന്റെ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് തിരുമിറ്റക്കോട് 17-ാം വാർഡ് ബി.ജെ.പി. കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പകൽ 3 മണിക്ക് പടിഞ്ഞാക്കരപടി ശിവശങ്കരന്റെ ഓടിട്ട വീടിനു സമീപം വലിയ ഒരു പാറക്കല്ല് വന്നു പതിച്ചതോടെ ക്വാറിയുടെ ചുറ്റും താമസിക്കുന്ന 50ഓളം കുടുംബങ്ങൾ ഭീതിയിലാണ്. 2000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആശങ്കയിലാണ്. മക്കളും പേരമക്കളും ഉൾപ്പെടെ 11 പേർ താമസിക്കുന്ന വീടിന് തൊട്ടടുത്താണ് ഉഗ്രസ്ഫോടനത്തിൽ കല്ല് പതിച്ചത്. ഭാഗ്യത്തിനാണ് എല്ലാവരും രക്ഷപ്പെട്ടതെന്ന് പടിഞ്ഞാക്കരപ്പടി ശിവശങ്കരനും ഭാര്യ വേശുവും പറഞ്ഞു. 2:30 മുതൽ 2:45-3 മണിക്കുള്ളിലാണ് അത് വലിയൊരു കല്ല് വന്നിട്ടാണ് വീണത്. അപ്പൊ കുട്ടികളൊക്കെ അവിടെ കളിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടത്. രക്ഷപ്പെട്ടു. ഇത് സംബന്ധിച്ച് അന്ന് തന്നെ പഞ്ചായത്ത്, വില്ലേജ്, ജില്ലാ കളക്ടർ, മൈനിങ് ആൻഡ് ജിയോളജി, SC/ST കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരുന്നതായും ഇന്നേ വരെ ഒരു അന്വേഷണവും ഉണ്ടായില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വർഷങ്ങളായി ക്വാറി പ്രവർത്തിക്കുന്നത്. ക്വാറിക്കെതിരെ പരാതി നൽകുന്നവരെ നിശബ്ദരാക്കുന്ന തരത്തിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ ഉടൻ ഇടപെടണം. മന്ത്രി ഇടപെടുന്നില്ലെങ്കിൽ കൂറ്റനാട് മന്ത്രിയുടെ ഓഫീസിനു മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് VG പ്രശാന്ത്, NV അരുൺ, PP ശിവശങ്കരൻ, AP വേശു എന്നിവർ അറിയിച്ചു. സ്കൂളിലെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കെട്ടിടത്തിന് പോലും എന്തൊരു ഉറപ്പാണ് നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കുക. ഇത്തരത്തിലുള്ള ക്ലാസ് നടക്കുന്ന കാരണം കൊണ്ട് ആ മറ്റേ ജനങ്ങളായി തെരഞ്ഞെടുത്തുള്ള ജനപ്രതിനിധി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ കെട്ടിടത്തിന് എന്ത് ഉറപ്പാണ് നമുക്ക് നൽകാൻ വേണ്ടി പറ്റുക? ഇത്തരത്തിലുള്ള വലിയ ക്ലാസ് നടക്കുന്ന കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഇപ്പോ എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളെ കാറ്റി പറത്തിയിട്ടാണ് ഇപ്പൊ കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം ഇവിടെ വീട്ടിലേക്ക്, പ്രദേശത്തെ വീട്ടിലേക്ക് പാറക്കഷ്ണം ചിതറിത്തരച്ചിട്ടുണ്ടായ ആ ഒരു സംഭവത്തില് അതിന് തൊട്ടടുത്ത മണിക്കൂറുകൾ നമുക്ക് കോള് വരിക. നമ്മൾ ആ വിഷയത്തിൽ പ്രസ്താവന ആക്കി. തിരുവനന്തപുരം പഞ്ചായത്തിലെ 17-ാം വാർഡ് കമ്മിറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന നിലയ്ക്ക് നമ്മൾ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തു. അതിന്റെ പോസ്റ്റർ ഇറങ്ങിയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കോറിയുടെ ആളുകൾ വിളിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ കാണാം, ആ കുടുംബത്തിനോട് സംസാരിച്ച് ഈ വിഷയം സെറ്റിൽമെന്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഇതാണ് ഇവരുടെ നിലപാട്. കണക്കൊഴുപ്പ് കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമ സംവിധാനങ്ങളെ അടക്കം ഇവർ കൈപ്പിടിയിൽ ഒതുക്കുന്ന തരത്തിലാണ് ഇവരുടെ സമീപനം. ഇവരുടെ മുന്നോട്ട് പോക്ക് അങ്ങനെയാണ്. നമ്മൾ പരാതി കൊടുക്കുകയാണെങ്കിൽ പോലും പരാതി ആരെന്നെ ഏൽപ്പിക്കുകയും ചെയ്യാൻ വക്കീലിനെ പോലും വിലക്ക് വാങ്ങാനുള്ള ശേഷി നിലവിൽ പുറത്ത് കൂരുടെ ഉടമകൾക്കുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു ടീമിനോടാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ സമരം ചെയ്യുന്നത്, പ്രതിഷേധിക്കുന്നത്. അതിൽ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി 16-ാം വാർഡ് കമ്മിറ്റിയുടെ പേര് നമ്മൾ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ തഹസീൽദാർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും ഉൾപ്പെടെ നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്, ഒന്നിപ്പോൾ ചാത്തന്നൂർ സ്കൂളിലത്തെ ഇത്രയും വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പൊ ആ കുട്ടികളെ മുൻനിർത്തിയിട്ട് അവരെയും കൂടി ഉപയോഗപ്പെടുത്തി നമുക്ക് ദേശീയ ബാലാവകാശ കമ്മീഷന് പരാതി നൽകണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ നിവാസികളുടെ എല്ലാവരുടെയും ഒപ്പുശേഖരണം നടത്തിയിട്ട് കേരളത്തിലെ 2 കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ അതേപോലെ തന്നെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ വേളയിൽ പോലും ഇത്രയും കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന MLA മാത്രമല്ല, മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇത്രയും ജനകീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജനങ്ങളെല്ലാവരും ഒന്നടങ്കം ബുദ്ധിമുട്ടിലായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ മന്ത്രിയുടെ നിലപാട് മന്ത്രി പറയുന്നില്ല. ഈ ഒരു വിഷയം ഉണ്ടായിട്ട് ഈ ഒരു വീടിനെ ഇവരെ സന്ദർശിക്കാൻ പോലും ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പൊ അതില് വലിയൊരു പ്രതിഷേധമാണ്. ഇലക്ഷന് മറ്റു ഭാഗമായിട്ട് ഇപ്പോൾ റോഡുകളുടെ ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഉദ്ഘാടനം കഴിഞ്ഞ റോഡ് പോലും ഇതേ ടോറസ് റോഡുകൾ കയറിയിട്ട് അതിന്റെ പല മുക്കിലും മൂലയിലും പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കോറിക്കാരെ കൊണ്ട് ഒരു ഭാഗം മൊത്തം ആ സ്കൂളിന്റെ പരിസരത്തുള്ള ആ റോഡിന്റെ ആ ഒരു പോർഷൻ മൊത്തം അവരെ കൊണ്ടാണ് ടാർ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോ മന്ത്രിയാണെങ്കിലും അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി ഇതിൽ പ്രകടമാവുന്നുണ്ട് ഈ വിഷയത്തിൽ. അപ്പോ
ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് മന്ത്രി പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.